गौ तस्कर आप बोलिए। गौ तस्कर हैं योगी आदित्यनाथ। बीफ एक्सपोर्ट में नंबर 1 है उत्तर प्रदेश। जवाब दीजिए, क्या गौ तस्कर नहीं कहेंगे? अरे गौ तस्करों को योगी जी उल्टा टांग दे रहे हैं। नहीं, गौ तस्करों को? हाँ। अरे गौ तस्करों को कौन है? जितने बीफ एक्सपोर्ट की कंपनियां हैं सबसे ज्यादा उसमें हिंदूवादी जो भारतीय जनता पार्टी के नेता हैं, भारतीय जनता पार्टी के जो पदाधिकारी हैं, वही सबसे ज्यादा बीफ एक्सपोर्ट कंपनियों के मालिक हैं। गौ तस्कर आप बोलिए। गौ तस्कर हैं योगी आदित्यनाथ। बीफ एक्सपोर्ट में नंबर 1 है उत्तर प्रदेश। जवाब दीजिए, क्या गौ तस्कर नहीं कहेंगे? अरे गौ तस्करों को योगी जी उल्टा टांग दे रहे हैं। नहीं, गौ तस्करों को? हाँ। अरे गौ तस्करों को कौन है? जितने बीफ एक्सपोर्ट की कंपनियां हैं सबसे ज्यादा उसमें हिंदूवादी जो भारतीय जनता पार्टी के नेता हैं, भारतीय जनता पार्टी के जो पदाधिकारी हैं, वही सबसे ज्यादा बीफ एक्सपोर्ट कंपनियों के मालिक हैं। കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര നിയമമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നത്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുവാനോ അല്ലെങ്കിൽ സമ്പൂർണമായിട്ട് ഗോവധം നിരോധിക്കുവാനോ ഉള്ള ഒരു തീരുമാനം രാജ്യത്തില്ല. അങ്ങനെ ഒരു ആലോചന കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയിൽ പോലുമില്ല എന്നുള്ള ഒരു പ്രസ്താവന കേന്ദ്ര നിയമമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രതികരണവും വന്നു. പശുവിനെ സ്വയം പ്രഖ്യാപിത രാഷ്ട്രമാതാവാണ്. പശു സ്വയം പ്രഖ്യാപിത രാഷ്ട്രമാതാവാണ്. ദേശീയ മൃഗമായി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. മുസ്ലിം സംഘടനകൾക്കെതിരെ യോഗി ആദിത്യനാഥ് വലിയ രീതിയിൽ തുറന്നടിക്കുക. കാരണം യുപിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ പല ആളുകൾ എന്തേ നിങ്ങൾ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള ചോദ്യവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ യോഗി അതിന് മറുപടി പറഞ്ഞത് പശു രാഷ്ട്രമാതാവാണ്, പശുവിനെ ഇനി ദേശീയ മൃഗമായി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എന്നാണ് യോഗി പറയുന്നത്. എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ്? ഇതിൻ്റെ ഏറ്റവും വലിയ വസ്തുത, ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട, അല്ലെങ്കിൽ പശുവിനെ എന്തുകൊണ്ട് ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ ഗോവധ നിരോധനം ഈ രാജ്യത്ത് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഈ പശുക്കളെ ഗോമാതാവെന്ന് വിളിക്കുകയും ആ ഗോമാതാവിനെ അറുത്ത് കഷ്ണങ്ങളാക്കി പാക്ക് ചെയ്ത് ഹലാൽ സ്റ്റിക്കറും ഒട്ടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് കയറ്റുമതി ചെയ്ത് കോടികൾ ലാഭം കൊയ്യുകയും ചെയ്യുന്ന ഗുണഭോക്താക്കളിൽ ഒരാളാണ് യോഗി ആദിത്യനാഥ്. മറ്റൊരാളാണ് നരേന്ദ്രമോദി, മറ്റൊരാളാണ് അമിത്ഷാ, മറ്റൊരു പാർട്ടിയാണ് BJP. ഇപ്പോൾ ഈ രാജ്യത്ത് ബീഫ് എക്സ്പോർട്ടിംഗ് അറവുശാലകളുണ്ട്. അവിടെ കട്ട് ചെയ്യുന്ന ബീഫുകളൊന്നും ലോക്കലി ഈ രാജ്യത്തിനകത്ത് വിൽക്കൂല. അതൊക്കെ അറവ് നടത്തുന്ന സാധനങ്ങളൊക്കെ എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. ഇത്തരം എക്സ്പോർട്ടിംഗ് അറവുശാലകൾ, എക്സ്പോർട്ട് മാത്രം ചെയ്യുന്ന അറവുശാലകൾ, കോർപ്പറേറ്റ് അറവുശാലകൾ, ഇതിൻ്റെ സിംഹഭാഗവും നിലകൊള്ളുന്നത് UPയിലാണ്, പിന്നെ ഉള്ളത് ഗുജറാത്തിലാണ്, പിന്നെ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്, പിന്നെ ഉള്ളത് രാജസ്ഥാനിലാണ്, ഇത്തരം സംസ്ഥാനങ്ങളിലാണ്. ഇപ്പോൾ UPയിലെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറവുശാലകൾ, ഈ പറയുന്ന കോർപ്പറേറ്റ് അറവുശാലകൾ, ഇപ്പോൾ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഉള്ളതുപോലെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ പോയിട്ട് 1 കിലോ 1 കിലോ 2 കിലോ ഒക്കെ വാങ്ങുന്ന ആ കടയല്ല, മറിച്ച് കോർപ്പറേറ്റ് അറവുശാലകൾ ഈ രാജ്യത്തിനകത്ത് അവർ വിൽപ്പന നടത്തില്ല. അവർ പശുവിനെ അറക്കും, അത് പീസാക്കും, അവരെന്ത് ചെയ്യും, വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കും. അത്തരം അറവുശാലകൾ ഏറ്റവും കൂടുതൽ UPയിലാണുള്ളത്. ഈ UPയിലുള്ള അറവുശാലകൾ അത്രയും UPയിലെ BJPയുടെ നേതാക്കളുടെ കസ്റ്റഡിയിലാണ്, അവരുടെ സ്ഥാപനങ്ങളാണ്. ഈ ആളുകളൊക്കെയും യോഗി ആദിത്യനാഥുമായി വലിയ ബന്ധമുള്ള ആളുകളാണ്, അടുത്ത ബന്ധമുള്ള ആളുകളാണ്, അടുത്ത അനുയായികളാണ്. ഈ അനുയായികളാണ് ഈ കോർപ്പറേറ്റ് അറവുശാലകളുടെയൊക്കെ ഉടമസ്ഥരെന്ന് പറയുന്നത്. ഈ അനുയായികളാണ് ഉടമസ്ഥരെന്ന് പറയുമ്പോഴും ഇതൊക്കെ ബിനാമി സ്ഥാപനങ്ങളാണ്. ഈ ബിനാമി സ്ഥാപനങ്ങളായിട്ടുള്ള ഈ പശു എക്സ്പോർട്ടിംഗ്, ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ അത്രയും യഥാർത്ഥത്തിൽ ആരുടേതാണ്? ഇത് കൃത്യമായിട്ട് BJPയുടേതാണ്. BJPയുടേതാണ്. ഈ BJPയുടേതായ ഈ ബീഫ് എക്സ്പോർട്ടിംഗ് അറവുശാലകൾ നോക്കി നടത്തുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഒക്കെ അടുത്ത അനുയായികൾ, BJPയുടെ
എന്താ പറയേണ്ടത്, ലോക്കൽ നേതാക്കന്മാരുടെ പേരുകളിലാണ് ഇതൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളിലൂടെ BJP ഓരോ വർഷവും ഉണ്ടാക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ BJPക്ക് ഇതിൽ കൃത്യമായിട്ട് ഇതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ചില സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, ചില ആളുകൾ നടത്തിപ്പിനൊക്കെ കൊടുത്തു എന്ന് പറയുന്ന ചില സ്ഥാപനങ്ങൾ, അതിൻ്റെ റിയൽ ഓണർ മറ്റാരെങ്കിലും ആയിരിക്കും, അത് ക്യാരി ഓൺ ചെയ്യുന്നത് വേറെ ആളുകളായിരിക്കും. ഈ റിയൽ ഓണർക്ക് അതിൻ്റെ പ്രോഫിറ്റിൽ ഒരു ഷെയർ ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? അതുപോലെ ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളുടെയൊക്കെ പ്രോഫിറ്റിൽ ഒരു ഷെയർ അത് BJPക്കുള്ളതാണ്. അത് കൃത്യമായിട്ട് BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഈ ഷെയർ എന്ന് പറയുന്നത് 1000, 2000, 3000, 4000, 10,000 ലക്ഷം എന്നല്ല, കോടിക്കണക്കിന് രൂപയാണ്. ആ കോടിക്കണക്കിന് രൂപകൾ BJPയിലേക്ക് കൃത്യമായി എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗോമാതാവാണ്, ആരാധനാമൂർത്തിയാണ് എന്നൊക്കെ പറയുന്ന ആ പശുവിനെ അറുത്ത് കട്ട് ചെയ്ത് പേക്കാക്കി ഹലാൽ സ്റ്റിക്കർ മുട്ടിച്ച് കയറ്റുമതി ചെയ്ത് ഉണ്ടാക്കുന്ന കോടികൾക്ക് അതിൻ്റെ വിഹിതം പറ്റാൻ BJPയുമുണ്ട്. 34,177 കോടിയോളം രൂപയുടെ കയറ്റുമതി വരുമാനം ഈ ബീഫ് എക്സ്പോർട്ടിങ്ങിൽ നിന്ന് മാത്രം ഈ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കൊല്ലുന്നതും കൊയ്യുന്നതും ഒരേ ആളുകൾ തന്നെയാണ്. കൊയ്യുന്നതും ഒരേ ആളുകൾ. ഇതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞത്, ഗോമാതാവിനെ കൊല്ലുന്നതും അതിൽ നിന്ന് പണമുണ്ടാക്കുന്നതും BJP തന്നെയാണ്. അതുപോലെ ഗോമാതാവിൻ്റെ പേര് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ തല്ലിക്കൊല്ലുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്നതും BJP തന്നെയാണ്. അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതും BJPയാണ്. അപ്പം എങ്ങനെ നോക്കിയാലും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം പശു എന്ന് പറയുന്നത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനുള്ള ഒരായുധമാണ്, പണമുണ്ടാക്കുവാനുമുള്ള ആയുധമാണ്, രണ്ടുമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കില്ല. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പം കഴിഞ്ഞ ദിവസം UPയിൽ നിന്ന് ഒരു എന്താ പറയേണ്ടത്, ചില ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ്? ഒരു ചിക്കൻ ഷോപ്പ്, ചിക്കൻ കട. ആ ചിക്കൻ കടയുടെ പുറത്ത് ഹലാൽ ചിക്കൻ കട എന്നുള്ള ഒരു ബോർഡുണ്ട്. ആ ബോർഡ് വെച്ചതിൻ്റെ പേരിൽ ആ ബോർഡ് എടുത്തു മാറ്റുകയും ആ കട പൂട്ടാൻ ഉത്തരവിടുന്ന ഉദ്യോഗസ്ഥരെയാണ് കാണുന്നത്. എന്നാൽ ഇതേ ഹലാൽ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ബീഫും പുറത്തേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? രാജ്യത്തിനകത്ത് മാത്രം ഒരു നിയമം. രാജ്യത്തിനകത്ത് പശുവിനെ അറക്കാനോ വിൽക്കാനോ തിന്നാനോ ഒന്നിനും പാടില്ല. പക്ഷേ രാജ്യത്തിനകത്ത് നിന്ന് പശുവിനെ അറക്കാം, പാക്ക് ചെയ്യാം, കട്ട് ചെയ്യാം, പാക്ക് ചെയ്യാം, കയറ്റി അയക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം കൃത്യമാണല്ലോ കാര്യങ്ങൾ. ഈ പശുവിൻ്റെ പേരിൽ എല്ലാ വിധത്തിലും നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ പശുവിൻ്റെ പേരിൽ കപട സംരക്ഷണവുമായി ഇറങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന രാഷ്ട്രീയ ലാഭങ്ങളാണ്, മറ്റൊന്ന് ഈ പണമാണ്. പണം ഉണ്ടാക്കുന്നതിന് അതിൽ വലിയ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇവിടെ പശുവിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കുക, എന്നിട്ട് ഈ സാധനങ്ങൾക്കൊക്കെ ഇത് വിൽക്കാനും വാങ്ങാനും ഒന്നും പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ട് പശുവിൻ്റെ ഒരു മാർക്കറ്റിലുള്ള ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ, ആ ഡിമാൻഡ് തീരെ ഇല്ലാതെയാക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് മറ്റൊരു ലാഭം കൂടിയുണ്ട്. അവർക്ക് ഈ കിട്ടുന്ന റോ മെറ്റീരിയൽ ആണല്ലോ, ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പശു എന്ന് പറയുന്നത് അവരുടെ റോ മെറ്റീരിയലാണ്. ഈ റോ മെറ്റീരിയൽ വളരെ തുച്ഛമായ വിലക്ക്, വില എന്ന് പോലും പറയാൻ പറ്റാത്ത അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്കതിനെ കിട്ടും. അപ്പം അതിനെ കട്ട് ചെയ്ത് സ്ലോട്ട് ചെയ്ത് കയറ്റി വിടുമ്പോൾ എന്താണ്, ലാഭങ്ങളുടെ ആ ഒരു മാർജിനിൽ വലിയ വ്യത്യാസമാണ്, വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ആ ലാഭങ്ങളുടെ വർധനവ്, പ്രോഫിറ്റ് മാർജിനിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്,
ആ പ്രോഫിറ്റ് മാർജിനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുകൂല ഘടകമാണ്. പ്രോഫിറ്റിലാണ് ഷെയർ. പ്രോഫിറ്റ് മാർജിൻ വർദ്ധിക്കുമ്പോൾ ആ ഷെയർ കൂടും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കാര്യം ചെയ്യുമ്പോൾ 10 രൂപ ലാഭം ഉണ്ടാകുന്നിടത്ത് സെയിം പ്രോസസ്സിങ്ങിലൂടെ നടക്കുന്ന കാര്യത്തിന് 20 രൂപ ലാഭം ഉണ്ടായാൽ എന്താണ് അവസ്ഥ? അതേ അധ്വാനം, അതേ മെറ്റീരിയൽ, അതേ ബിസിനസ്, അതേ പർച്ചേസിങ്, അതേ സെയില്, പക്ഷേ ലാഭം 20 രൂപയാണ്, ഒരു സമയത്ത് ലാഭം 10 രൂപയാണ്. അപ്പോൾ 10 രൂപ ലാഭം ഉണ്ടാകുന്നതും 20 രൂപ ലാഭം ഉണ്ടാകുന്നതും തമ്മിൽ എന്താണ്? ആ പ്രോഫിറ്റ് മാർജിന് വേണ്ടിയിട്ടാണ് ബി ജെ പി പശുവിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തേ ഈ യോഗി ആദിത്യനാഥൻ ഭരിക്കുന്ന യു പിയിൽ, അല്ലെങ്കിൽ ഡൽഹിയിൽ, മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, ബംഗാളിൽ, അസമിൽ, ഇവിടങ്ങളിലൊന്നും ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവും ഇല്ല. ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് മുമ്പിൽ ഒരു ഹനുമാൻ സേനക്കാരുടെയോ ഒരു ബജ്രംഗദളിന്റെ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരുടെയോ ആരുടെയും തന്നെ ഒരു വിധത്തിലുമുള്ള പ്രതിഷേധങ്ങളോ പ്രകോപനങ്ങളോ അക്രമങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇത്തരം ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനി അറവുശാലകൾക്ക് മുന്നിൽ? അത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താ? ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ സംഘ് പരിവാറുകാരനാണ്. ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ ബി ജെ പിക്കാരനാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകൾ അവർക്ക് ലാഭമുണ്ടായാൽ അതിൻ്റെ വിഹിതം ഈ പശു സംരക്ഷണത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾക്കും ലഭിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അനുയായികളെ ഇറക്കി വിട്ട് സാധാരണക്കാരനെ കൊല്ലുകയും അതിലൂടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയും അതേസമയം അണിയറയിൽ ഈ ഗോമാതാവിനെ അറുത്ത് പേക്കാക്കി കയറ്റിമയത് ചെയ്ത് അതിലൂടെ വലിയ വൻ തുകയുടെ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പശുവിനെ അവർ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കൂല. കാരണം ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചാൽ പിന്നെ തൊടാൻ പറ്റൂല. അല്ലെങ്കിൽ ഗോവധ നിരോധം സമ്പൂർണ്ണമായിട്ട് രാജ്യത്ത് നടപ്പിലാക്കൂല. അങ്ങനെ നടപ്പിലാക്കിയാൽ ഈ കോർപ്പറേറ്റ് അറവുശാലകൾ പൂട്ടിപ്പോകും. ഇത് രണ്ടും ബി ജെ പി ചെയ്യില്ല. പിന്നെ എന്താണ് ചെയ്യുക? സാധാരണക്കാരായ മനുഷ്യരെ പശുവിനെ കടത്തി പശുമാംസം കഴിച്ചു, പശുമാംസം കയ്യിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ച് കൊല ചെയ്യുക. പശുവിനെ കൊല്ലുന്നതിലും ഇവർക്കൊരു ആനന്ദമുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ കൊല്ലുന്നതിലും ഇവർക്കൊരു ആനന്ദമുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഒന്ന് നരേന്ദ്രമോദിയാണ്, മറ്റൊന്ന് യോഗി ആദിത്യനാഥാണ്, മറ്റൊന്ന് അമിത്ഷയാണ്, മറ്റൊന്ന് ബി ജെ പിയാണ്.